നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഇത്രയധികം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സർക്കാർ രാജ്യത്ത് വേറെയില്ല എന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആലപ്പുഴ NGO യൂണിയൻ ഹാളിലെ KPSC ലളിതാ നഗറിൽ തുടക്കമായി. ചലച്ചിത്ര താരം ഡോക്ടർ ആതിര ഹരികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം TKP സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ സലാഹുദ്ദീനെ പൊന്നാട അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. സലാം MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടറുകൾ നൽകി. മണ്ഡലത്തിലെ 15ഓളം സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കാണ് പ്രൊജക്ടറുകൾ വിതരണം ചെയ്തത്. വാർത്തകൾ വിശദമായി. ഇത്രയധികം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സർക്കാർ രാജ്യത്ത് വേറെയില്ല എന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത്രയേറെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സംസ്ഥാന സർക്കാർ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ 4ാമത്തെ വർഷത്തെ അദാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരാതികൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്പലപ്പുഴ താലൂക്കിൽ വന്ന പരാതിയുടെ 4-1 പോലും ഈ വർഷം വന്നിട്ടില്ല. ചേർത്തല താലൂക്കിൽ 4-1 പോലും വന്നില്ല. മറ്റുള്ള മണ്ഡലങ്ങളിലും അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞു. അതെന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ നാം നടത്തിയ ജനകീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഈ മാറ്റം വലിയ തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പരിശോധിച്ച് പരിഹാരം കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല. നിയമപരമായി ചട്ടങ്ങളിലും മുൻകൂറായി അദാലത്തിലേക്ക് ലഭിച്ചത് 390 അപേക്ഷകളാണ്. അദാലത്തിൽ നേരിട്ടെത്തിച്ച അപേക്ഷകളും പരിഗണിച്ചു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുമ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച അദാലത്തുകൾ വലിയ വിജയമായിരുന്നു. അതിനുശേഷം നടത്തിയ വനസദസ്, തീരസദസ്, നവകേരള സദസ്, റവന്യൂ, തദ്ദേശ അദാലത്തുകൾ എന്നിവ വഴി ലക്ഷക്കണക്കിന് പേരുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമായത്. പരാതികൾ കുറഞ്ഞു വരുന്നത് സർക്കാർ നടത്തിയ ഇത്തരം ജനകീയ ഇടപെടലുകളിൽ ജനങ്ങൾക്ക് ആശ്വാസം ലഭിച്ചതിൻ്റെ സൂചനയാണ്. നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും അദാലത്തുകളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് കൂടി പരിഹാരമുണ്ടാകാൻ സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ അമ്പലപ്പുഴ MLA സലാം അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ADM ആശാ C എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A സുദർശനൻ, AR ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫ്, അമ്പലപ്പുഴ തഹസീൽദാർ S അൻവർ, തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. അദാലത്ത് ദിവസം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമവും ചട്ടങ്ങളും പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായമായി നിൽക്കരുതെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് ജില്ലാ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് നമ്മുടെ MLA ഓഫീസിലൊക്കെ ആളുകൾ വന്നിട്ട് ഫോമൊക്കെ ഒപ്പിടിപ്പിക്കാനായിട്ട് വരും. അപ്പം അവർ ലക്ഷക്കണക്കിന് രൂപ, 40-45 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്ന നിൽപ്പിൽ 45 ലക്ഷം രൂപ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും? അപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഒരുപാട് പണച്ചെലവുള്ള വലിയ
സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടി സങ്കീർണമാണ്. അപ്പോൾ അത് സർക്കാർ മേഖലയിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. 2022 കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി നടത്തി. തിരുവനന്തപുരത്ത് നടത്തുന്നു. കോഴിക്കോട് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ആലപ്പുഴയിൽ നമ്മൾ ആരംഭിക്കും. കരൾമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ നയം? രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി നിരാലംബരായി പോകരുത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ പി ശശികല, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ KJ റീന, കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ മായാദേവി, S കേശുനാഥ്, PS സുൽഫിക്കർ, ഷാമില ആനിമോൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S ഷാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആലപ്പുഴ NGO യൂണിയൻ ഹാളിലെ KPSC ലളിത നഗറിൽ തുടക്കമായി. ചലച്ചിത്ര താരം ഡോക്ടർ ആതിര ഹരികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആലപ്പുഴ NGO യൂണിയൻ ഹാളിലെ KPSC ലളിത നഗറിൽ തുടക്കമായി. ചലച്ചിത്ര താരം ഡോക്ടർ ആതിര ഹരികുമാർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. DYFI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R രാഹുൽ, C ശ്യാംകുമാർ, PA അൻവർ, R അശ്വിൻ, KR രാഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ചടങ്ങിന് സ്വാഗതവും G ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് തല മത്സരങ്ങളിൽ വിജയിച്ച മത്സരാർത്ഥികളാണ് ജില്ലാതല ഫെസ്റ്റിൽ പങ്കെടുത്തത്. 3 വേദികളിലായി 11 ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കവിതാരചന, ഉപന്യാസ രചന, കവിതാലപനം, വിപ്ലവഗാനം, മലയാളം പ്രസംഗം, ക്വിസ്, തെരുവ് നാടകം, നാടൻപാട്ട്, ഗസൽ, മ്യൂസിക് ബാൻഡ് എന്നീ മത്സര ഇനങ്ങളിലായി 250ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. മത്സര വിജയികൾക്ക് മെമൻഡോ, സർട്ടിഫിക്കറ്റ്, ക്യാഷ് പ്രൈസ് എന്നിവ നൽകും. നാടൻപാട്ട് വിജയികൾക്ക് മാരാരിക്കുളം ബ്ലോക്ക് കമ്മിറ്റി നൽകുന്ന M രജീഷിന്റെ പേരിലുള്ള എവറോളിംഗ് ട്രോഫി സമ്മാനിക്കും. NGO യൂണിയൻ ഹാൾ കൂടാതെ മുനിസിപ്പൽ ടൗൺ ഹാളിലും മത്സരങ്ങളുണ്ടായിരുന്നു. ജനുവരി 5 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര താരം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ R നാസർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം TKP സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ സലാഹുദ്ദീനെ പൊന്നാട അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. CPM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം TKP സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ സലാഹുദ്ദീനെ പൊന്നാട അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ CPMന് വേണ്ടി ഒരുപാട് പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളുമായി CPMൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ. അദ്ദേഹം ശ്രീ സലാഹുദ്ദീൻ, ചുരുക്കപ്പേര് TKP, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പേരാണ്. അദ്ദേഹത്തെ മനസ്സ് നിറഞ്ഞ തീരുമാനം CPMന്റെ എല്ലാ ഉദ്യോഗ സ്ഥാനങ്ങളും രാജിവെച്ച് ആ പാർട്ടിയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ചേരണം എന്ന തന്റെ ആഗ്രഹം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്, അതവിടെ നടപ്പിലാക്കുകയാണ്. ശ്രീ
പ്രിയപ്പെട്ട സലാഹുദ്ദീനെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ, കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ കോൺഗ്രസ് പുന്നപ്ര കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് ഹസനം പൈങ്ങാമഠം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, S പ്രഭുകുമാർ, L ലതാകുമാരി, P ഉണ്ണികൃഷ്ണൻ, KF തോബിയാസ്, PA കുഞ്ഞുമോൻ, ഗീതാ മോഹൻദാസ്, സുനിത മഹേഷ്, സമീർ പാലമൂട്, ബിജു കുന്നേൽ, വിഷ്ണു പ്രസാദ്, അബ്ദുൽ ഹാദി, മിഥുൻ രാജ്, കണ്ണൻ ചേക്കാത്ര, വാവച്ചി മോഹനദാസ് എന്നിവർ സംസാരിച്ചു. HSLA MLA പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടുകൾ നൽകി. മണ്ഡലത്തിലെ 15ഓളം സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കാണ് പ്രൊജക്ടുകൾ വിതരണം ചെയ്തത്. HSLA MLA പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടുകൾ നൽകി. മണ്ഡലത്തിലെ 15 സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കായി 49,915 രൂപ വീതം വില വരുന്ന 13.47 ലക്ഷത്തിൽ പരം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. HSLA MLA പ്രൊജക്ടറുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടക്ക സമയം മുതൽ തന്നെ നമ്മൾ ആ തരത്തിലുള്ള സമീപനം പൊതുവായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം ഏതാണ്ട് 1,23,00,000 രൂപയുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും അതുപോലെ ഗ്രന്ഥശാലകൾക്കുമായി ഇതുവരെയുള്ള മൊത്തം കണക്കെടുത്താൽ അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമായി നൽകുന്നത് 13,47,705 രൂപയുടെ പ്രൊജക്ടുകളാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. 12 ലൈബ്രറികൾക്കും 15 സ്കൂളുകൾക്കുമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രസംഗം മാർക്ക് ചെയ്തത് ഇതെല്ലാം സംഗതി അവിടെ എന്തെങ്കിലും നമുക്കിവിടെ വന്നതിന്റെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ലൈബ്രറിയിൽ ആബ്സെന്റാണ് ഇവിടെ പേര് പിടിച്ചപ്പോൾ, ചില സ്കൂളും ആബ്സെന്റ് ആയിരുന്നു. അതിനുശേഷം ആരെങ്കിലും വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പൈസയാണ് ഗവൺമെന്റ് ഫണ്ട് പറയുന്നത്. എളുപ്പമായ ഫണ്ടാണ്. നമ്മുടെ ആണെങ്കിൽ പൈസ വ്യക്തിപരമായിരിക്കും ഞങ്ങളുടെ പൈസയല്ല, ജനങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് സ്കീമുകളാക്കി ശരിയായ വണ്ണം യഥാസമയത്ത് കൃത്യമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിലേക്ക് അത് വിതരണം ചെയ്യപ്പെടുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ജനങ്ങളെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, S ഫാഹിദ്, രാജഗോപാൽ, ശില്പ S പ്രഭു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് കുട്ടി ആശാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MT അനുസ്മരണം HSLA MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല സംഘടിപ്പിച്ച MT അനുസ്മരണം HSLA MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഓരോ കൃതികളെ കുറിച്ചുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നതായിട്ട് ഇവിടെ മറ്റുള്ളവർ കൂടി എല്ലാവരും കുറേശ്ശെയായിട്ട് സ്വാഭാവികമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. MT നമ്മളെ വേർപിരിഞ്ഞു പോകുമ്പോൾ കമലഹാസൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, സാധാരണ മനുഷ്യരെയാണ് വേർപിരിയുമ്പോൾ യാത്രയാക്കാൻ പറ്റുന്നത്. MT അങ്ങനെ യാത്രയാക്കാൻ പറ്റില്ല, വിട പറയാൻ കഴിയില്ല സാറേ എന്ന് പറഞ്ഞിട്ടാണ് കമലഹാസൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു സാമൂഹികമായ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിനൊരു വ്യത്യസ്തത നമുക്ക് നിശ്ചയമായിട്ട് കാണാൻ പറ്റും. സാഹിത്യമേഖലയെ കുറിച്ചൊക്കെ ഇവിടെ മറ്റുള്ളവർ കൂടി സംസാരിക്കും. ആ സിനിമ കൂടുതൽ ഒരു കാമ്പുള്ളതായോ അല്ലെങ്കിൽ കലാമൂല്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു ബന്ധമുള്ളതായോ മാറിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മഹാനായ സാഹിത്യകാരൻ സിനിമാക്കാരനായി എന്ന ഒരു തലത്തിൽ നിന്നാണ്. നമ്മൾ മലയാള സിനിമയിൽ മൊത്തം നോക്കിയ കാണും. ഇപ്പോൾ തിരക്കഥാകൃത്തുകൾ കേരളത്തിലെ മലയാള സിനിമ തിരക്കഥാകൃത്തുകൾ നോക്കുമ്പോൾ ഇത്ര ഈടുറ്റ സാഹിത്യ സംഭാവന ചെയ്ത സാഹിത്യകാരൻ
ഒരു തിരക്കഥാകൃത്തായിട്ട് വേറെയില്ല. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ N ഗോപിനാഥപിള്ള, കവി കാവാലം ബാലചന്ദ്രൻ, വനിതാവേദി പ്രസിഡന്റ് M നാജ, VV രാധാകൃഷ്ണൻ, R ശ്രീകുമാർ, P അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എരുമേലിപ്പേട്ടത്തുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം തിങ്കളാഴ്ച യാത്ര തിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. എരുമേലിപ്പേട്ടത്തുള്ളി ശബരീശ്വര ദർശനം നടത്തുന്നതിനും ആചാരപരമായ ചടങ്ങുകൾ നിർവഹിക്കാനുമായി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച യാത്ര തിരിക്കും. കരപ്പെരിയോന്മാരുടെ കാർമ്മികത്വത്തിൽ ഇരുമുടിക്കെട്ടി നിറച്ച് സ്വാമി ഭക്തർ ഞായറാഴ്ച രാത്രി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തും. രാവിലെ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പ്രത്യേക വഴിപാടുകളും നടത്തിയാണ് 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് സംഘം യാത്ര തിരിക്കുക. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശാനുസരണം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി എരുമേലിപ്പേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണത്തിടമ്പ് പൂജിച്ച് സമൂഹ പെരിയോന് കൈമാറും. തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിൽ സ്ഥാപിച്ച് രഥഘോഷയാത്രയായി സംഘം യാത്ര തിരിക്കും. രഥത്തിനു പിന്നിലെ ഇരുമുടിക്കെട്ടേന്തി സ്വാമി ഭക്തർ നടന്നു നീങ്ങും. മുൻ സമൂഹ പെരിയോനും സംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സംഘത്തെ യാത്രയാക്കും. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിന് വിധേയമായി 250 അംഗങ്ങളാണ് സംഘത്തിനൊപ്പം ഉണ്ടാവുക. ഇതിൽ 35 പേർ മാളികപ്പുറങ്ങളാണ്. 10 വൈകിട്ട് എരുമേലി വാവരുപള്ളിയിൽ സമൂഹ പെരിയോന്റെ അധ്യക്ഷതയിൽ മതസൗഹാർദ്ദ സമ്മേളനം നടക്കും. 11 മതസൗഹാർദ്ദത്തിന് പേരുകേട്ട എരുമേലി പേട്ടത്തുള്ളൽ. അമ്പലപ്പുഴയിൽ നിന്നും സ്വാമിമാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന ശർക്കര, നെയ്, തേൻ, കൽക്കണ്ടം, മുന്തിരി എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ളു പായസമാണ് ദേവന് നിവേദിക്കുന്നത്. മകരവിളക്ക് ദർശനത്തിനു ശേഷം അമ്പലപ്പുഴക്കാരുടെ കർപ്പൂരാഴി പൂജ നടക്കും. മകരവിളക്കിന് പിറ്റേ ദിവസം മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും 18ാം പടിയിലേക്ക് ശിവേലി എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് സംഘം മലയിറങ്ങും. സംഘം പ്രസിഡന്റ് R ഗോപകുമാർ, സെക്രട്ടറി K ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജിതിൻ രാജ്, ഖജാൻജി ബിജു സാരംഗി, രഥയാത്രാ കൺവീനർ R മധു വേലമ്പറമ്പ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും. സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ള, സംഘം സെക്രട്ടറി K ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജിതിൻ രാജ്, ഖജാൻജി ബിജു സാരംഗി, രഥയാത്രാ കൺവീനർ R മധു വേലമ്പറമ്പ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ യോഗംപേട്ട സംഘം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ഏതാണ്ട് 51 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വൃശ്ചികം 1 മുതൽ 50 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനവും 19 ആഴിപൂജകളും നടത്തി വ്രതപൂർത്തീകരണം കഴിഞ്ഞ് ജനുവരി 5-ാം തീയതി ഗുരുസ്വാമിമാരുടെ ശിക്ഷാന്തത്തിൽ കെട്ടുനിറച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്ന് വിശ്രമിച്ച് അവരുടെ ശബരിമല യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 6-ാം തീയതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇത്രയധികം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സർക്കാർ രാജ്യത്ത് വേറെയില്ല എന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആലപ്പുഴ NGO യൂണിയൻ ഹാളിലെ KPSC ലളിതാ നഗറിൽ തുടക്കമായി. ചലച്ചിത്ര താരം ഡോക്ടർ ആതിര ഹരികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം TKP സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ സലാഹുദ്ദീനെ പൊന്നാട അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. H സലാം MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടറുകൾ നൽകി. മണ്ഡലത്തിലെ 15ഓളം സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കാണ് പ്രൊജക്ടറുകൾ വിതരണം ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.